ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന താമരമുട്ടുമാല ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കയ്യിലൊരു പഴയ മാല ഉണ്ടായിരുന്നു. കണ്ടോ, അതിൻ്റെ അല്ലി പോലെയുള്ള ഷേപ്പ്. ഇത് കണ്ടപ്പോൾ എനിക്ക് താമരയുടെ പെറ്റൽസ് പോലെ തോന്നി. അപ്പോൾ നമ്മളിത് അതെന്തായാലും നാശമായിട്ടിരിപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഓരോ മണികളും നമ്മളിത് അഴിച്ച് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മാലേനെ ആകെ പിച്ച് പൊളിച്ച് രണ്ട് വഴിക്കാക്കിയപ്പോൾ ഒരു എന്തെന്നില്ലാത്തൊരു സമാധാനം. പിന്നെ ഉണ്ടാക്കി അടിപൊളി ഒരു താമരമാല കിട്ടൂലേ, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിതാ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സെയിം പ്രൊസീജിയർ, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ചെറിയ കഷ്ണാക്കി മുറിച്ചിട്ട് ഈ അല്ലികളൊക്കെ അതിൻ്റെ മുകളിൽ ഇതാ ഒട്ടിച്ച് ചേർക്കാൻ പോവാണ്. ആദ്യത്തെ ലെയറിൽ ഒരു 3 ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം കുറച്ച് പൊന്തി നിൽക്കുന്ന രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ 2 അല്ലിയും കൂടി ചേർത്ത് വെച്ചപ്പോൾ ഏതാണ്ട് ഒരു താമരയുടെ ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 1 അല്ല 2 അല്ല 3 അല്ല 4 5 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മണികൾ കഴിഞ്ഞു. പിന്നെ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 5 എണ്ണമൊക്കെ ഏതാണ്ട് ധാരാളമാണെന്ന് എനിക്ക് തോന്നി. ഇനി അതൊക്കെ നമ്മൾ ഒട്ടിച്ച് ഒന്ന് സെറ്റപ്പായി കഴിഞ്ഞപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഗോൾഡൻ കളർ നൂല് കിട്ടിയില്ല. നമ്മളൊരു ബ്ലാക്ക് കളർ ചരടിൻ്റെ മുകളിലാണ് അത് കോർത്തെടുക്കാൻ പോകും. പിന്നെ വേറെ സെപ്പറേറ്റ് ലോക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ കണ്ണികൾ വെച്ചിട്ട് തന്നെ 2 സൈഡ് ഞാനൊന്ന് ലോക്ക് ചെയ്തെടുത്തു. കണ്ടോ മാല. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.